Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലാറവലിൻ്റെ ഇൻസ്റ്റലേഷനാണ്. അതായത് ഒരു വിൻഡോസ് മെഷീനിൽ ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് PHPയുടെ ഒരു റണ്ണിങ് ഇൻസ്റ്റലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലാറവൽ റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാൻ പോകുന്നത് എക്സാം എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് PHPയും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഈ ഒരു മെഷീനിൽ ആക്ച്വലി ഈ ഒരു ടൂൾസൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ഡൗൺലോഡ് EXE ഡൗൺലോഡ് വിൻഡോസിന് വേണ്ടിയിട്ടുള്ളത് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഡയറക്റ്റാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സാമ്പ് എടുക്കുന്ന സമയത്ത് ഒരു കൺട്രോൾ പാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ അപ്പാഷ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നതാണ് ബേസിക്കലി വെബ് സെർവർ. അപ്പോൾ ഈ വെബ് സെർവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിനി വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് ഈ ഒരു ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേണ്ടത് കമ്പോസർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പോൾ കമ്പോസർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് PHPയുടെ ഡിപ്പെൻഡൻസി മാനേജ്മെൻറ്റ് ടൂളാണ് കമ്പോസർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്കൊരു PHP ഫ്രെയിം വർക്കിലോ ആപ്ലിക്കേഷനിലോ ഒക്കെ തേർഡ് പാർട്ടി ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കമ്പോസർ എന്ന് പറയുന്നത്. ഈ ഒരു കമ്പോസർ എന്ന് പറയുന്ന ടൂള് ആക്ച്വലി സാമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതല്ല, അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പോസറിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെപ്പറേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മെഷീനിൽ ഓൾറെഡി ഒരു കാര്യം ഡൗൺലോഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റലേഷൻ വിൻഡോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ടൂൾസ് എല്ലാം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ലാറവൽ ഈ കമ്പോസറിൻ്റെ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാറവൽ ബേസിക്കലി കമ്പോസർ യൂസ് ചെയ്തിട്ട് മാത്രമല്ല നമുക്ക് മറ്റൊരു രീതിയിൽ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന മറ്റൊരു രീതിയിലും ഈ സെയിൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ലോക്കൽ ഇൻസ്റ്റലേഷനെ കുറച്ചും കൂടി കംഫർട്ടബിൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് കമ്പോസർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡായിരിക്കും നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ സാമ്പും ഈ ഒരു കമ്പോസർ എന്ന് പറയുന്ന കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമാൻഡ് ലൈൻ വിൻഡോയിൽ ഈ ഒരു കമാൻഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കമ്പോസർ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു കമാൻഡ് ലൈൻ വിൻഡോ ഓപ്പൺ ആണെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ, എന്നാൽ മാത്രമേ ഈ ഒരു കമാൻഡ് അത് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഒരു എക്സാമ്പിൻ്റെ കൺട്രോൾ വിൻഡോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ഷെൽ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ബേസിക്കലി വിൻഡോസിൻ്റെ CMD തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലൊക്കേഷനിലാണ്. അപ്പോൾ ബേസിക്കലി അവിടെ നമുക്ക് ഈ PHP എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഇതൊക്കെ ഇൻസ്റ്റാൾഡ് ആയ വേർഷനും കാര്യങ്ങളും നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ PHP -- വേർഷൻ ഞാൻ കൊടുത്ത സമയത്ത് ഇവിടെ PHPയുടെ വേർഷൻ എന്ന് പറയുന്നത് 8 എൻ്റെ മെഷീനിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ PHP കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ആവുള്ളൂ. പിന്നെ നമുക്ക് കമ്പോസർ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ലാറവൽ കാര്യം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ സാമ്പിൻ്റെ htdocs എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ CD കമാൻഡ് അടിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ htdocs എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് എക്സാമ്പിൾ ജനറലി കോഡ് ഒക്കെ സോഴ്സ് കോഡൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി കമ്പോസർ കമാൻഡ്, ഈ ഒരു കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ലാറവൽ, ഇവിടെ /Laravel എന്ന് കൊടുത്തിരിക്കുന്നത് ജിറ്റ്ഹബിലെ ലാറവലിൻ്റെ റെപ്പോസിറ്ററിയുടെ പേരാണ്. അപ്പോൾ അതിൽ ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ലാറവൽ എന്ന് പറയുന്ന ഒരു ജിറ്റ്ഹബ് ലൊക്കേഷനിൽ നിന്ന് ഒരു ഫോൾഡർ, അതായത് ഈ ഒരു പേര് എക്സാമ്പിൾ ആപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫോൾഡറിൻ്റെ പേരാണ്.
അപ്പോൾ ആ ഒരു കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ലാറവൽ ഡൗൺലോഡിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ബേസിക്കലി കമ്പോസർ യൂസ് ചെയ്തുകൊണ്ട് ലാറവൽ മാത്രമല്ല PHPയിലെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഏത് ഫ്രെയിംവർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ കമ്പോസർ എന്ന് പറയുന്നത് PHPയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അത് ലാറവലിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ടൂളല്ല. അപ്പോൾ ഇവിടെ നമ്മൾ htdocs ഡയറക്ടറിയുടെ അകത്ത് ഈ ഒരു കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് നമുക്ക് മറ്റു പല പാക്കേജസ് കൂടി ചേർന്നതാണ് ബേസിക്കലി ലാറവൽ എന്ന് പറയുന്നത്. അതിൽ കോറായിട്ടുള്ള മെയിൻ പല കാര്യങ്ങളും സിംഫണി ഫ്രെയിംവർക്കിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ്, ഇപ്പോൾ ഈ പാക്കേജസ് എല്ലാം പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയാൽ മാത്രമേ ലാറവൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. ഈ ഒരു ഇൻസ്റ്റലേഷൻ കഴിയുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ ഇൻ്റർനെറ്റ് നമ്മുടെ സ്പീഡ് കൂടി ഡിപ്പെൻഡബിളാണ്. കാരണം ഈ ഒരു ഇത്രയും പാക്കേജസ് നമ്മുടെ ലോക്കൽ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇത്രയും പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു സമയമാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് അല്ലെങ്കിൽ ലാറവൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ലാറവലിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ 8 ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സൈറ്റ് laravel.com എന്ന് പറയുന്നത് ലാറവലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിന്ന് വേണം കാര്യങ്ങൾ റെഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനലി ഇത് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഈ ഒരു കാര്യം ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ കയറുകയാണ്. CD കമാൻഡ് അടിച്ചിട്ട് എക്സാമ്പിൾ ആപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ലാറവൽ ആപ്ലിക്കേഷൻ നമുക്ക് രണ്ട് രീതിയിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള PHP ആർട്ടിഷൻ സർവ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആർട്ടിഷൻ എന്ന് പറയുന്നത് ലാറവലിൻ്റെ കമാൻഡ് ലൈൻ ടൂളാണ്. അപ്പോൾ അത് PHPയുടെ ഒരു സബ് കമാൻഡാണ്. അപ്പോൾ അതിൽ സർവ് എന്ന് പറയുന്നത് നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡാണ്. അപ്പോൾ ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു IP:8000 എന്ന് പറയുന്ന പോർട്ടിലാണ് നമുക്ക് ലാറവലിൻ്റെ ലോക്കൽ സെർവർ സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു URL ഇതിനെ ഈ ഒരു IP-നെ നമ്മൾ ലൂപ്പ് ബാക്ക് IP അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് IP എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു URL നമ്മൾ ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാറവൽ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മളിതിൽ കോഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫ്രഷായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ലാറവൽ ഇൻസ്റ്റലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് ലാറവൽ റൺ ചെയ്യാനുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ലാറവൽ സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാരണം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഈ XAMPP കൺട്രോളർ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതിൽ അപ്പാഷെ സെർവർ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ, കാരണം നമ്മളിവിടെ കോഡൊക്കെ സോഴ്സ് കോഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ എക്സാമ്പിൾ ആപ്പിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് XAMPPൻ്റെ htdocs എന്ന് പറയുന്ന ഫോൾഡറിലാണ്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി ഒരു ഫ്രഷ്ലി ക്രിയേറ്റഡ് ലാറവൽ ആപ്ലിക്കേഷൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. അപ്പോൾ XAMPPൽ നമുക്ക് കാര്യങ്ങൾ ബ്രൗസറിൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലോക്കൽ ഹോസ്റ്റ് / ആ ഒരു ഫോൾഡറിൻ്റെ പേര് നമ്മുടെ ഈ ഒരു കേസിൽ എക്സാമ്പിൾ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം ലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എക്സാമ്പിൾ ആപ്പ് എന്ന് കൊടുത്താൽ നമുക്ക് ആ നേരത്തെ ഇവിടെ കിട്ടിയതുപോലെ ഒരു ഹോം പേജ് അല്ല വരുന്നത്, മറിച്ച് ഈ ഒരു ഫോൾഡേഴ്സിൻ്റെ ലിസ്റ്റിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ URL അല്ലെങ്കിൽ ഈ ഒരു കാര്യം കാണണമെങ്കിൽ ബേസിക്കലി ഇതിലെ പബ്ലിക് ഫോൾഡർ, ഇവിടെ പബ്ലിക് എന്ന് എഴുതിക്കുന്ന ഒരു പാത്തുണ്ട്. അപ്പോൾ അതാണ് ലാറവലിൻ്റെ പബ്ലിക് പാത്ത്. അപ്പോൾ ആ ഒരു പബ്ലിക് പാത്ത് എടുത്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് ഹോം പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ലാറവൽ ആപ്ലിക്കേഷൻ ഒരു ലോക്കൽ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ
കൂടുതൽ കാര്യങ്ങളായത് ഇതിൻ്റെ കോഡിംഗ് വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ മുതലായിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ കമ്പോസറിൻ്റെയും എക്സാമ്പിൻ്റെയും ഒക്കെ ലിങ്ക്സ് ഇതിൻ്റെ ഒരു കണ്ടൻറ് സെക്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം.